വാട്ട് ടൈപ്പ് ഓഫ് ക്ലോത്തിങ് ഈസ് മോസ്റ്റ് പ്രോഫിറ്റബിൾ? നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊഫിറ്റബിൾ ആയിട്ട് സെല്ല് ചെയ്യാൻ പറ്റുന്ന വസ്ത്രങ്ങൾ ഏതൊക്കെയാണ്? അതിനു മുമ്പായിട്ട് എന്താണ് ഈ പ്രൊഫിറ്റബിൾ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമുക്ക് അറിയാം, ഒരുപാട് നമുക്ക് ലോ കോസ്റ്റിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന വസ്ത്രങ്ങൾ നമുക്ക് നല്ല രീതിയിൽ നല്ല പ്രോഫിറ്റിൽ വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു പ്രൊഫിറ്റബിൾ ക്ലോത്തിങ് ആണ്. അതുപോലെ തന്നെ മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ഐറ്റം ആണെങ്കിൽ, അതുപോലെ നമുക്ക് അതിന് ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് വരുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെയാണ് നമ്മൾ പ്രൊഫിറ്റബിൾ ക്ലോത്തിങ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഇനി ഏതൊക്കെയാണ് നമുക്ക് പ്രൊഫിറ്റബിൾ ആയിട്ട് സെല്ല് ചെയ്യാൻ പറ്റുന്ന ക്ലോത്തിങ് ഐറ്റംസ് നോക്കാം. ഒരു 5 വിഭാഗം ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഒന്നാമത്തേത് എന്ന് പറയുന്നത് എത്നിക് വെയർ ആണ്. നമുക്കറിയാം, ഒക്കേഷനുകൾക്കും ഫെസ്റ്റിവൽസിനൊക്കെ എസ്പെഷ്യലി ഫോർ വിമൻസ് അത് എത്ര പൈസ കൊടുത്തിട്ടാണെങ്കിൽ അവർ വാങ്ങിക്കും എന്നുള്ളതാണ്. സോ അതിനൊരു പ്രൈസ് കമ്പാരിസൺ അവിടെ നടക്കുന്നില്ല. നമ്മൾക്ക് അതൊരു ഇമോഷണൽ കണക്ഷനുള്ള വസ്ത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് ആഗ്രഹിക്കുന്ന മൂല്യം നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സോ അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ അല്ലെങ്കിൽ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന വസ്ത്രത്തിന് അതിൻ്റേതായ മൂല്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പ്രൊഫിറ്റബിൾ വസ്ത്ര മേഖലയാണ്. അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് സർവീസസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് സ്റ്റോക്കൊന്നും എടുത്തു വെക്കേണ്ടതായിട്ടില്ല. നമുക്ക് നമ്മുടെ ടൈമും ഡിസൈനും അനുസരിച്ച് അതിനൊരു പ്രൈസ് നമുക്ക് ഈടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. വെഡ്ഡിങ് ബ്ലൗസുകൾ, പെർഫെക്റ്റ് ആയിട്ടുള്ള വെഡ്ഡിങ് ഔട്ട്ഫിറ്റുകളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള മൂല്യം നമുക്ക് ലഭിക്കുന്നു. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് സ്മാർട്ടായിട്ടുള്ള ക്യാഷ്വൽ വെയർ ആണ്. നമുക്ക് വിമൻസിനൊക്കെ എസ്പെഷ്യലി ഓഫീസ് വെയർ, ഡെയിലി വെയർ, അതുപോലെ തന്നെ ഈസി ടു വെയർ സെറ്റ്, ഇതിനൊക്കെ ഒരുപാട് ഡിമാൻഡുള്ള ഐറ്റംസ് ആണ്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ കോട്ടൺ കുർത്തീസ്, കോഡ് സെറ്റുകൾ, എയർലൈൻ ടോപ്പുകൾ, ഇതൊക്കെ വളരെയധികം ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ വളരെയധികം പ്രോഫിറ്റബിൾ ആണ്. ഇനി നാലാമത്തെ ഐറ്റം എന്ന് പറയുന്നത് മെറ്റേണിറ്റി വെയറും അതുപോലെ തന്നെ പ്ലസ് സൈസ് വെയറുമാണ്. നമുക്കറിയാം, വളരെ കോമ്പറ്റീഷൻ കുറഞ്ഞ മേഖലയായതുകൊണ്ട് തന്നെ ഇതിനൊരു ഇമോഷണൽ നീഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇത് കസ്റ്റമൈസ് ചെയ്ത് വളരെയധികം പ്രോഫിറ്റബിൾ നേടാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ മെറ്റേണിറ്റി അല്ലെങ്കിൽ പ്ലസ് സൈസ് വെയർ എന്ന് പറയുന്നത്. പ്ലസ് സൈസിൻ്റെയൊക്കെ ഡിസൈനർ വെയറിനൊക്കെ ഒരുപാട് ഡിമാൻഡുകൾ ഉള്ള ഒരു ഐറ്റമാണ്. സോ അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റബിൾ നേടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അഞ്ചാമത്തെ എന്ന് പറയുന്നത് കിഡ്സിൻ്റെ എത്നിക് അല്ലെങ്കിൽ പാർട്ടി വെയർ ആണ്. നമുക്കറിയാം, പേരൻസൊക്കെ ഒരുപാട് പൈസ മുടക്കാനായിട്ട് തയ്യാറാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടുള്ള ഫ്രോക്കുകളും ജാക്കറ്റുകളും ഒക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വളരെ വലിയ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് അല്ലെങ്കിൽ മേഖലയാണെന്ന് പറയാം. ഇതിനകത്ത് സ്മോൾ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ലെസ് കോസ്റ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രോഫിറ്റബിളുമാണ്. സോ നമുക്ക് ഇത്തരത്തിൽ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മേഖല തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതൊരു പ്രോഫിറ്റബിൾ മേഖല തന്നെയാണ്.